നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ ഈ വർഷം മുതൽ സ്വദേശിവൽക്കരണ നടപടികൾ കൂടുതൽ ഊർജിതമാക്കുകയാണ്. ഇപ്പോൾ മദീന മേഖലയിൽ സ്വദേശിവൽക്കരണ നടപടികൾ കൂടുതൽ ഊർജിതമാക്കുന്ന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതോടെ ഈ മേഖലയിലെ പ്രവാസികൾക്ക് ജോലി നഷ്ടമാകും. നടപടികൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം പ്രത്യേക മാർഗരേഖ പുറത്തിറക്കി കഴിഞ്ഞു. നിരവധി ചെറുകിട സ്ഥാപനങ്ങളും ചെറുകിട ജോലികളും സ്വദേശികൾക്കായി നീക്കിവെക്കും വിധമാണ് മാർഗരേഖ തയ്യാറാക്കിയിട്ടുള്ളത്. ഹിജ്റ വർഷം അടുത്ത ദുൽഹിജ്ജ മുതൽ അഥവാ 2023 ജൂൺ മുതൽ സ്വദേശിവൽക്കരണം ആരംഭിക്കുമെന്ന് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം വെളിപ്പെടുത്തി. മേഖലയിലെ തൊഴിൽ വിപണിയിൽ സൗദി പൗരന്മാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് മദീന മേഖലയിലെ വിവിധ തൊഴിലുകളും സാമ്പത്തിക പ്രവർത്തനങ്ങളും സ്വദേശിവൽക്കരിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. തനിച്ച് സ്ഥിതി ചെയ്യുന്നതോ കോംപ്ലക്സുകൾ, വാണിജ്യ കേന്ദ്രങ്ങൾ തുടങ്ങി മറ്റ് സ്ഥാപനങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതോ ആയ കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്നതോ ആയ ജ്യൂസ് ഷോപ്പുകൾ, സപ്ലൈ സേവനങ്ങളുള്ള റെസ്റ്റോറന്റുകൾ, ഫാസ്റ്റ് ഫുഡ് സ്റ്റോറുകൾ എന്നിവിടങ്ങളിലെ തൊഴിലാളികളിൽ 40% പേർ സ്വദേശികളായിരിക്കണം എന്നതാണ് വ്യവസ്ഥകളിൽ ഒന്ന്. സ്ഥാപനത്തിനകത്ത് ഒരു ഷിഫ്റ്റിൽ 4 അതിൽ കൂടുതലോ തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിലാണ് 40% സ്വദേശികൾ എന്ന വ്യവസ്ഥ ബാധകമാവുകയെന്ന മന്ത്രാലയം അറിയിച്ചു. തനിച്ച് സ്ഥിതി ചെയ്യുന്നതോ കോംപ്ലക്സുകൾ, വാണിജ്യ കേന്ദ്രങ്ങൾ തുടങ്ങി മറ്റ് സ്ഥാപനങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതോ ആയ കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്നതോ ആയ കഫേകളിലും ഐസ്ക്രീം സ്റ്റോറുകളിലും പാനീയങ്ങൾ വിളമ്പുന്ന തൊഴിലാളികൾ 40% പേർ സ്വദേശികളായിരിക്കണം എന്നതാണ് മറ്റൊരു വ്യവസ്ഥ. ഇവിടങ്ങളിൽ ഒരു ഷിഫ്റ്റിൽ 2 അതിൽ കൂടുതലോ തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പകുതി പേർ സ്വദേശികളായിരിക്കണം. ഭക്ഷണ പാനീയങ്ങളുടെ മൊത്ത വ്യാപാര സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്കും 50% പ്രാദേശികവൽക്കരണം എന്ന നിയമം ബാധകമാകും. ശുചീകരണ തൊഴിലാളികൾ, കയറ്റിറക്ക് തൊഴിലാളികൾ തുടങ്ങി തൊഴിലുകൾക്ക് സ്വദേശിവൽക്കരണം ബാധകമല്ല. എന്നാൽ ഇവിടെയുള്ള ഓരോ ഷിഫ്റ്റിലും ഒഴിവാക്കപ്പെട്ട തൊഴിലുകളിൽ ജോലി ചെയ്യുന്നവർ 20% കവിയാൻ പാടില്ലെന്ന് നിബന്ധനയുണ്ട്. കഫറ്റീരിയകൾ, കാറ്ററിംഗ് കരാറുകൾ, കാറ്ററിംഗ് ജീവനക്കാർ എന്നിവർക്ക് പുറമെ ഫാക്ടറികൾ, ഓഫീസുകൾ, ആശുപത്രികൾ, സ്കൂളുകൾ, റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ, അപ്പാർട്ട്മെന്റുകൾ, ഹോട്ടൽ വില്ലകൾ എന്നിവയ്ക്കുള്ളിലെ കഫേകൾ എന്നിവിടങ്ങളിലെ ക്യാന്റീനുകളും കഫറ്റീരിയകൾ എന്നിവയ്ക്ക് സ്വദേശിവൽക്കരണ നിയമം ബാധകമല്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി കഴിഞ്ഞു. അതേസമയം മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന്റെയും സെയിൽസ് റെപ്രസെന്റേറ്റീവിന്റെയും തൊഴിലുകളിലെ പ്രാദേശികവൽക്കരണ ശതമാനം 40% ആയിരിക്കും. അക്കൗണ്ടിംഗ് തസ്തികകളിൽ 100% പ്രാദേശികവൽക്കരണം നടപ്പിലാക്കണം. മദീന മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾക്കും തീരുമാനം ബാധകമാകുമെന്ന് മന്ത്രാലയം പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കി. അതേസമയം സ്വദേശിവൽക്കരണത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട തൊഴിലുകളിൽ ജോലി ചെയ്യുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യൂണിഫോം നിർബന്ധമാണെന്നും മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട്. അവരെ പ്രത്യേകം തിരിച്ചറിയുന്നതിനാണ് ഇത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.